ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 40 അധ്യായം 30 ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിൽ കൂടെ നമ്മോട് ഇന്ന് സംസാരിപ്പാനുള്ളത്, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ബലം നൽകുകയും തളർന്നിരിക്കുന്നവന് അവൻ ശക്തി നൽകുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ദൈവജനത്തോട്, എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ സമയം സംസാരിക്കുന്നു. പ്രിയരെ, കാലഘട്ടത്തിൻ്റെ വളർച്ചയിൽ, ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ, സോഴ്സുകളുടെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് ജയം നേടാമെന്ന് വിചാരിക്കുന്ന അനുഭവമുണ്ടാകും. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. വീരൻ തന്റെ ബലാധിക്യം കൊണ്ട് രക്ഷപ്പെടുന്നില്ല. എന്നാൽ യഹോവയെ കാത്തിരുന്നാൽ ജയം നിശ്ചയമാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നമ്മുടെ ദൈവം, സർവ സൃഷ്ടികളുടെയും സൃഷ്ടിതാവായ നമ്മുടെ ദൈവം, അവനത്രേ നമ്മുടെ ദൈവം. അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ ഒരു നാളും ഉറങ്ങിപ്പോകുന്നില്ല. ആ വലിയവനായ ദൈവം നമ്മോട് പറയുകയാണ്, ഇന്ന് നാം യഹോവയെങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ, കാത്തിരിപ്പ് അല്പം വിഷമമുള്ള കാര്യമാണ്. മനുഷ്യരെല്ലാവരും പെട്ടെന്ന് ഇൻസ്റ്റന്റ് വിടുതലുകൾ, ഇൻസ്റ്റന്റ് നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവ പറയുന്നു, ഒരു പെർമനന്റായ നന്മയ്ക്ക് വേണ്ടി നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. ഒരു സ്ഥിരമായ വിടുതലിനു വേണ്ടി നീ ദൈവത്തിൽ ആശ്രയിക്കണം. രാവിലെ സമയം ക്ഷീണിച്ചിരിക്കുന്നവരോട്, തളർന്നിരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, ക്ഷീണിച്ചു പോകേണ്ട. നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്നെ ആദരിക്കുന്ന ഒരു ദിനമിതാ ആഗതമായിരിക്കുന്നു. ആകയാൽ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് തന്നെ ആയിരിക്കട്ടെ. യഹോവയെ തന്നെ കാത്തിരിക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു എന്ന് ഭക്തൻ പറയുന്നു. രാവിലെ സമയം യഹോവയ്ക്കായി കാത്തിരിക്കുക. ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട, മടുത്തു എന്ന് പറയേണ്ട. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുകയും തളർന്നിരിക്കുന്നവന് ശക്തി നൽകുകയും ചെയ്ത് ഒരു പടിയൂടെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിനമാണ് വരുന്നതെന്ന് മറന്നു പോകരുത്. ആകയാൽ ഈ യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കുകയും ചെയ്യട്ടെ. യഹോവയ്ക്കായി കാത്തിരിക്കാം. ദൈവം നമ്മെ ആദരിക്കും. ആമേൻ.